Kumao. When the sun goes out and the moon goes in, you'll find me in the shade. I spin the cane and I shake the trees, 'cause I'm the Kumao. 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 വലിയ കൂമനെ കൊണ്ട് ഞങ്ങൾക്കൊരു സഹായം വേണമായിരുന്നു. മുത്തശ്ശി പോന്നു. ചോദിക്ക് ഞാനെന്ത് ചോദിക്കണം? നമ്മുടെ ഭാഷ മനസ്സിലാണ്ട്. അയ്യോ എന്താ സുഖം നിർത്തി? ജോസേട്ടൻ ഒരു കാര്യം ചെയ്യുക, ഇവിടെ ഇറങ്ങിയോ. അതിന് നമ്മള് സുലൈമാക്കാട് വീട്ടിൽ പോകല്ലേ? അല്ല അത് ഞാൻ പോയാൽ മതിയല്ലോ. ജോസേട്ടൻ ഇറങ്ങി എനിക്ക് കുറച്ചേറെ ഇവിടെ തുമ്മ. കുറച്ച് നേരത്തെ സുമാരൻ വന്നു. ജോസ് വന്നില്ലേ? ജോസ് നല്ല സുഖമില്ല, അവനെ വൈദ്യുതരൊക്കെ പറഞ്ഞോട്ടെ. നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചാണല്ലോ കാണാറ്, അതുകൊണ്ട് ചോദിച്ചാ. ഊട് ഉറക്കൊക്കെ ഒരുമിച്ചാണെന്നാ നാട്ടുകാർ പറയാ. അയ്യോ ചുമ്മാതെയാ, അവൻ അവന്റെ വീട്ടിൽ തന്നെ ഉറക്കം. 5 മണി എന്ന് പറഞ്ഞിട്ട് 3 മണിയായപ്പോ വന്നു. ഇവിടെ ആണെങ്കിൽ ഒന്നും ആയിട്ടുമില്ല. അറിയില്ല എന്റെ പുരുഷനെ. ഈ പെണ്ണുകളെ ഇപ്പൊ എന്ത് ചെയ്യാനാ? വരുന്നിടത്ത് വെച്ച് കാണാം. ഫിദാ മോളെ, ഫിദാ 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 മോളെ, ഫിദാ ഫിദാ മോളെ, ഫിദാ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, വേഗം താഴേക്ക്. ആ പിന്നെ ഉപ്പ അക്കരന്ന് കൊടുന്ന ചുവന്ന ഉപ്പായില്ലേ, അത് ഇട്ടാ മതി. സുഹറ ചായക്ക് വെള്ളം വെച്ചോ? ആ ലഡുവും ജിലേബിയൊക്കെ എടുത്തു വെക്ക്. ഇതിപ്പോ ആരാണ്? മോളെ കണ്ണു തുറക്കും മോളെ. കണ്ടോ? വെള്ളം കോരി ഒഴിച്ചാലോ? കണ്ണു തുറക്കും മോളെ. ഓളെ ആരോ പേടിപ്പിച്ചതാ. ആരാണോ അവൻ? ആരായാലും ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്തായാലും താഴത്തേക്ക് പോയിട്ടില്ല, എനിക്ക് ഉറപ്പാ. തമാശ കളിക്കാതെ വേഗം പോ. പോയിട്ട് വാ. ഞാൻ പോവില്ല. അബൂബക്കറല്ലേ അത്? അബൂബക്കറെ എങ്ങോട്ടാ പായുന്നേ? കണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ കാര്യം പറഞ്ഞുകൂടായിരുന്നു. അതെങ്ങനെയാണ്? എന്നെ കണ്ടപ്പോ തന്നെ ബോധം പോയില്ലേ? ബോധം പോയിട്ട് ഒരടി പോലും ഇറങ്ങാതെ ഞാൻ കുറെ നേരം അവിടെ തന്നെ നിന്നു. പിന്നെ കണ്ടാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇവരെന്ത് വെരീടെ പോലെ. എടാ അതങ്ങനെ അപ്പോഴൊന്നും കാണാനും പറ്റൊന്നുമില്ല. ഇത് തന്നെ എനിക്കെന്തോ കണ്ടു മുത്തശ്ശ, സത്യമായിട്ടും കണ്ടു. ജബ്ബാർക്ക ജിന്നിനും കൂടി ഒരു ക്യാഷും വെള്ളം എടുക്കട്ടെ. എടുത്തോളി.
പക്ഷെ അതിന് പഞ്ചാര കുറച്ച് മതി. കള്ളൻ എത്തിയിട്ടുണ്ടല്ലോ. കുളിക്കാൻ പോയ മോള് വീണ് കിടക്കുന്ന ഞാൻ കണ്ടത്. ഇത് പാകെ സമയദോഷമായല്ലോ ചെപ്പാറേ. ഇന്നിന് മാറ്റാൻ പറ്റാത്ത എന്ത് ദോഷമാണ് സുലൈമാനെ. രണ്ടുപേർക്കും ഓരോ ഏലസും കൂടെ ഓതിത്തരാം. വേറെ ബീവി എന്നിട്ട് നടന്നു കൊടുക്കുക. നടക്കില്ല. ആരും ഉറങ്ങിയിട്ടില്ല ഇവിടെ. നിങ്ങൾ പോയിക്കോ, വേറൊരു ദിവസം വരി. അല്ല അവര് പറഞ്ഞത് അവര് പറഞ്ഞേ എന്നോടാ അതെങ്ങനെ? അതൊരു ദൈവാനുഗ്രഹം തന്നെ. 90 കഴിഞ്ഞവർക്ക് മാത്രം കിട്ടുന്ന ഒരു മഹാഭാഗ്യം. നീ പറഞ്ഞ പോലെ തന്നെ അവർക്കൊക്കെ മരിച്ചവരെ കാണാനും അവരോട് സംസാരിക്കാനും പറ്റും. ഒരുപാട് വയസ്സാവുമ്പോൾ പണ്ട് കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഒന്ന് കാണാൻ ആർക്കാണേലും ആഗ്രഹം തോന്നുന്നില്ലേ? അത് ദൈവം സാധിച്ചു കൊടുക്കുന്നതായിരിക്കും. അല്ല ശ്രീധര, നീ ചെറുപ്പത്തിലെ ബീവിയെയും പറഞ്ഞ് പറ്റിച്ചിരുന്നല്ലേ? എല്ലാരും ഉണ്ടല്ല, എല്ലാരും.